കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു കുറച്ച് പഴച്ചെടികളൊക്കെ വീട്ടിൽ നട്ടാലോ. പെരും ചൂടാണ്. ഈ ചൂടത്ത് കായ എന്താ പറയുക, അത് പിടിക്കുമോ എന്താ ഒന്നും അറിയില്ല കഴിച്ച്. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്താണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല. ഇവിടുത്തെ കുറച്ച് തൈകളും ഇതൊക്കെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് തരാം. നമ്മൾ ഇത് വരുന്നത് മണ്ണാർക്കാട് അലനല്ലൂർ റോട്ടിലാണ് വരുന്നത് നഴ്സറി. അപ്പോൾ ഇവിടെ ഒരുപാട് പൂക്കളും ഒരുപാട് പഴച്ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. വെറൈറ്റി നല്ല ഏജ്ഡ് ആയിട്ടുള്ള തൈകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇത് വൈറ്റ് ഞാവുള്ളൂ അല്ലേ? ഇതെന്താ റേറ്റ്? റെഡ് ഞാവള് റെഡും ഉണ്ട് വൈറ്റും ഉണ്ട്. പിന്നെ ഇതൊക്കെ എത്ര മാസം? ഒരു 2-3 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. വൈറ്റ് ഞാവളോ? പിന്നെ വെറാപ്പിൾ കേട്ടോ. ഇത് ഇലന്തപ്പഴം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങാടി കടയിൽ കിട്ടും. പിന്നെ സപ്പോട്ട ഉണ്ട്. സപ്പോട്ട ഇല്ല. സപ്പോട്ട അല്ലെങ്കിൽ ഒരു തായ്സവൻ കൊണ്ടുപോയി വെച്ചു. ബനാന സപ്പോട്ട എന്ന് പറയും. കലാപ്പഴം. അതിന് മറ്റുള്ള സപ്പോട്ടയ്ക്ക് ഉണ്ടാവുന്ന തരിതരിപ്പും കാര്യങ്ങളും മധുരം ഉണ്ടാവില്ലേ? ഇതുണ്ടാവില്ല. നല്ല മധുരം. പിന്നെ മാവുകളൊക്കെ ഉണ്ടല്ലേ? മാവ് 2-3 ഉണ്ട്. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ സ്ഥലവും കമ്മിയാണ്. പിന്നെ ഇത് വേണം, അത്തി വേണം. അത്തിപ്പഴം? അത്തി ഇസ്രേലിയൻ അത്തി പറയും. അത്തിപ്പഴാണോ? അത്തിപ്പഴം ഇതാണ് അത്തി. ഇത് മറ്റേ പിന്നെ സ്വീറ്റ് അമ്പഴങ്ങ. പിന്നെ അബിയു ഉണ്ട് കേട്ടോ. അബിയു കേട്ടിട്ടുണ്ടോ? അബിയു ഏതാ? ചെറിയതാ? അബിയു ചെറുതുണ്ട് വലുതും. അബിയു നല്ല ടൈം എടുക്കൂലേ കഴിക്കാൻ? അല്ല, 2 വർഷം. 2 വർഷം. ഇത് ചെറുതാട്ടോ. ഇത് 350 ആണ്. അതിൽ വലുതുണ്ട് 700 രൂപ അങ്ങനെ വരുന്നുണ്ട്. ഇത് പിന്നെ ഹോം ഗ്രൗണ്ട് കേട്ടോ. അതൊക്കെ ഏകദേശം ഒരു 1.5 കൊല്ലം കൊണ്ടൊക്കെ കഴിക്കുന്ന രീതിയിലുള്ളതാണ്. ഹോം ഗ്രൗണ്ട് ഞങ്ങൾ ഇതില്ല. ഹോം ഗ്രൗണ്ട് നിങ്ങളിത് ചെയ്യുന്നില്ല? ഇല്ല, നമുക്ക് മദർ പ്ലാന്റ് ഇല്ല. റംബുട്ടാൻ പെരയിൽ എത്ര ഉണ്ട്? റംബുട്ടാൻ ഒരെണ്ണം. ഒന്ന് എണ്ണേറ്റ് ചുമപ്പ്. പിന്നെ മാംഗോസ്റ്റിനാണ്. ഇതൊക്കെ മാംഗോസ്റ്റിനാണ്. 250 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അത് മറ്റേ സാന്തോളാണ്. അതെങ്ങനെ വേണം ഫ്രൂട്ട്? തയ്യ വേറെ ഒരു മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടോ? അതേതാ തൈ? പറയണ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നല്ല മധുരമാണെന്ന്. അതിൻ്റെ തൈ ഏതാ? അതിൻ്റെ തൈ എന്താ റേറ്റ്? 150 രൂപ. പിന്നെ ഇതുണ്ടോ? ഇത് എത്ര മാസമായതാ? ഇതൊക്കെ അത്യാവശ്യം ഒരു 2-3 മാസത്തിനുള്ളിൽ കായ്ക്കും. ഇതില്ലേ? പിന്നെ ഇതിൻ്റെ വലുത് വേണമെങ്കിൽ അതുകൊണ്ട് കായ്ച്ച ഉണ്ടോ? കായ്ച്ച 650. നിറയെ പൂവുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ കായ് ഉണ്ടാവും. ഇതാണ് എത്ര? ഇതെന്താ റേറ്റ് പറഞ്ഞാൽ? 650. നല്ല വലിപ്പമായി. കായ്ച്ചതാ അല്ലേ? ഇത് വർഷത്തിൽ എത്ര കായ്ക്കുക മിറാക്കിൾ ഫ്രൂട്ട്? ടൈം ഉണ്ടോ? ഇത് വേറൊരു ചാമ്പ കേട്ടോ. തായ്സവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാമ്പയിൽ. തായ്സവൻ തായ് അങ്ങനെ ആ ഒരു ഇതിൽ വരും. ഭയങ്കര നല്ല ഹൈറ്റിൽ വരുന്ന ഹൈറ്റ് ഇത്രയൊക്കെ ഹൈറ്റ് വരും. അത്ര വരുള്ളൂ അല്ലേ? അതേതാ തൈ? അത് റൂബി ചാമ്പയാണ്. കൊല്ലത്തിൽ 2-3 പ്രാവശ്യമൊക്കെ കായ്ക്കും. നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ? നല്ല മധുരമാണ്. നല്ല വലിപ്പമുണ്ട്. നിങ്ങൾ ഇവിടെ നട്ടാലേ? ഞങ്ങളിപ്പോൾ ഡ്രമ്മിൽ വെച്ചാണ്. ഞങ്ങളിപ്പോൾ മണ്ണിൽ കുഴിച്ച് വെച്ചാണ്. ഒരെണ്ണം തരണം വേനൽ ചൂട് കൂടിയിട്ടേ പ്രാവശ്യം കുറേ കൊഴിഞ്ഞു. ഇത് കേട്ടിട്ടില്ലേ ഈ മരമുന്തിരി? ജബോട്ടിക്കാബ, പ്രിക്കോസിയസ്, സ്കാർലൈറ്റ്, സബാറ അങ്ങനെ കേട്ടിട്ടില്ലേ? അതിൽ വരണം. അതൊക്കെ കറക്റ്റ് 2 വർഷം മതി കേട്ടോ. 2 വർഷം കൊണ്ടാവും. അത് ഫിംഗർ ലെമണാണ്. അത് നോർത്ത് ഇന്ത്യൻ ഫുഡിലൊക്കെ ജെല്ലി രൂപത്തിൽ വരുന്നൊരു ലെമണാണ്. നമ്മൾ വെള്ളം കലക്കാനല്ല, അങ്ങനെ. അതിൻ്റെ തൈ അതില്ലേ? ഇതാണല്ലോ ജബോട്ടി. നമുക്ക് കൊടുക്കാൻ കഴിയില്ല കേട്ടോ. നമ്മൾ മദറായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെല്ലിനല്ലേ? കാഴ്ചയുണ്ടല്ലേ?
അതേപോലെ അത് അതേ തൈ വെച്ചല്ലേ? അടുത്തത് തയ്യല്ല, അത് ഗ്രാഫ്റ്റാണ്. അതിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകത എന്താണോ, ഇതിങ്ങനെ മരത്തിൽ കൂടെ ഇങ്ങനെ 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 ഉണ്ടാവും. ഇത് ഉണ്ടാവുക അങ്ങനെ കൊല കൊലയായിട്ട് ഉണ്ടാവുക. നമ്മൾ സാധാ കൊല അതെ അങ്ങനെ ഉണ്ടാവുക. അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. ഗ്രീനാ വേണ്ടി റെഡ് ആയിക്കോട്ടെ. കാഴ്ച തന്നെ എടുക്കുന്നില്ല. പ്ലാവ് വേണം, എപ്പോഴും ചക്ക ഉണ്ടാവുന്ന പ്ലാവ് വേണം. അതേതാ കാണിച്ചു തരും. പക്ഷെ അത് സ്ഥല സൗകര്യം അതിന് അധികം സ്ഥലമൊന്നും വേണ്ട. കായ്ക്കും, 1.5 വർഷം കൊണ്ട് കായ്ക്കും. എല്ലാ സീസണും എടുത്തു. ഞാവളാണിത്. ഇത് 350 പിന്നെ അത് 220 അത് അവിടെ ഉണ്ട്. ഏതാ വേണ്ടിച്ച വേറെ ഏതാ അവിടെ ഉണ്ട്. ഈ ചെറുത് അല്ലേ? അതെന്താ റേറ്റ് പറഞ്ഞേ? 350. റെഡാ ഞാവള് ഇതേതാ വാങ്ങാം? മധുരവും ഇത് വേണം. 50 രൂപ. ഇതേതാ ഇവിടെ കുഴിച്ചിട്ടതാ അതോ? ഏതാ മാവോ? അത്യാവശ്യം എല്ലാ പഴച്ചെടികളും ഫ്രൂട്ട്സ് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. വരുന്നത് അലനല്ലൂർ റോഡിൽ, അതായത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് അലനല്ലൂർ റോഡ് കോട്ടപ്പാടം എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു നഴ്സറി ഉള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് അത്ര ഭയങ്കര ഹെവി റേറ്റ് ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു നഴ്സറി ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ. കൊടും വേനലാണ്, എന്താ ബന്ധോ. ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ചെടികൾ. ഒരു 5 ഐറ്റം ചെടികൾ അവിടെ എടുത്തത്. ഇതാണ് നഴ്സറിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ. ഓക്കെ. ഇതാണ് പാലക്കാട് അതായത് മണ്ണാർക്കാട് കോട്ടപ്പാടം റോഡിൽ വരുന്നത് ഈ നഴ്സറി. ഓക്കെ. ഇതാണ് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ. ആവശ്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ. ഇത് സൂപ്പർ മീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജൈവവളമാണ്. അതിലടങ്ങിയിട്ടുള്ള കണ്ടത് എല്ലുപൊടി ഇതെല്ലാം മിക്സ്ഡാണ്. അപ്പോൾ ഇത് നടുന്ന സമയത്ത് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം.